നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ അതിന് കൃത്യമായ തിരിച്ചടി മോദി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെയുള്ളൂ. അന്ന് തന്നെ മോദി പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും കൃത്യമായി അത് നടപ്പിലാക്കേണ്ട സമയത്ത് നടപ്പിലാക്കുമെന്ന്. അന്നു മുതൽ കശ്മീരിൽ നിന്നും തീവ്രവാദികളെയും പാകിസ്ഥാനിലെ ചെകുത്താന്മാരുടെ സഹായികളെയും തുരത്താനും കൊന്നൊടുക്കാനുമുള്ള സൈനികരുടെ ശ്രമങ്ങൾക്ക് മോദി ആഹ്വാനം നൽകിയിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട എല്ലാവർക്കും സന്തോഷിക്കാവുന്ന, ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടി കൊയ്തെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിലെ ചുണക്കുട്ടികൾ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തുന്നതിനായി ഭീകരർക്ക് സഹായങ്ങൾ ചെയ്ത ഒരാളെ ജമ്മു കശ്മീർ പോലീസ് തൂക്കിയെടുത്തു. മുഹമ്മദ് കട്ടാരി എന്നയാളാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ മഹാദേവിനിടെ കണ്ടെടുത്ത ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് മുഹമ്മദ് കട്ടാരിയെ അറസ്റ്റ് ചെയ്തതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. പഹൽഗാമിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസരൺ താഴ്വരയിൽ ഏപ്രിൽ 22-നാണ് 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം നടന്നത്. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത 2 തോക്കുധാരികളെ ജൂലൈയിലെ ഓപ്പറേഷൻ മഹാദേവിനിടെ സുരക്ഷാ സേന കണ്ടെത്തി വധിച്ചിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത ഉപകരണങ്ങളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കട്ടാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കട്ടാരിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ മഹാദേവിന് ശേഷമുള്ള സുരക്ഷാ സേനയുടെ വലിയ മുന്നേറ്റമാണ്. പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-എ തൊയ്ബയുടെ ഒരു വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പിന്നാലെ ഇന്ത്യ ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ശ്രീനഗറിനടുത്തുള്ള ദച്ചിഗാമിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മെയ് 22 മുതലാണ് സുരക്ഷാ സേന ആഴ്ചകൾ നീണ്ട ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചത്. ആഴ്ചകളോളം നീണ്ട നിരീക്ഷണത്തിനിടയിൽ ചൈനീസ് നിർമ്മിത ഉപകരണങ്ങളിലെ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ സൈന്യം പിടിച്ചെടുത്തിരുന്നു. പിന്നാലെ ജൂലൈ 28-ന് സൈന്യം ഭീകരർക്കെതിരെയുള്ള ആക്രമണം ആരംഭിച്ചു. ഭീകരർ T-82 കമ്മ്യൂണിക്കേഷൻ ഉപകരണം പ്രവർത്തിപ്പിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് അവരുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സഹായകരമായി. രാവിലെ 8 മണിക്ക് ഭീകരരെ കണ്ടെത്താനായി ഒരു ഡ്രോൺ വിന്യസിച്ചു. രാവിലെ 9:30-ന് ജമ്മു കശ്മീരിലെ സൈന്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ സേനയും സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളും സ്ഥലത്തെത്തി. 30 മിനിറ്റിനുള്ളിൽ രണ്ടാമതും ഡ്രോൺ നിരീക്ഷണം നടത്തി. രാവിലെ 11 മണിക്ക് വെടിവയ്പ് ആരംഭിച്ചു. 11:45-ന് പരിക്കേറ്റ ഒരു ഭീകരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു. 12:45 ആയപ്പോഴേക്കും 3 ഭീകരരെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന സുലൈമാൻ ഷാ എന്ന ഹാഷിം മൂസ ഉൾപ്പെടെയുള്ളവർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മൃതദേഹങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചു. ഷാ പാകിസ്ഥാൻ സൈന്യത്തിന്റെ എലൈറ്റ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോ ആയിരുന്നു. പിന്നീട് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി UN ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ-എ തൊയ്ബയിൽ ചേർന്നു. 2023 സെപ്റ്റംബറിലാണ് ഇയാൾ ആദ്യമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയത്. 2024 ഒക്ടോബറിൽ 7 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ഇയാൾ നേതൃത്വം നൽകി. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ബാരാമുള്ളയിലെ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് സൈന്യത്തിന് AK-47, M9 അസോൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെ നിരവധി തോക്കുകൾ കണ്ടെത്താനായി. ഈ ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളുമാണ് മുഹമ്മദ് കട്ടാരിയെ കണ്ടെത്താനും പിടികൂടാനും ജമ്മു കശ്മീർ പോലീസിന് സഹായകരമായത്. ഈ ആയുധങ്ങൾ പഹൽഗാം ആക്രമണത്തിന് ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിക്കുന്നതിനായി ചണ്ഡീഗഡിലെ ലാബിലേക്ക് വരെ അയച്ച് സൈന്യം പരിശോധിച്ചിരുന്നു. എന്തായാലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനിലെ ചെകുത്താന്മാരെ മാത്രമല്ല, കൂടെ നിന്ന് ചെവി തിന്നുന്നവനെ വരെ തൂക്കിയെടുത്ത ഇന്ത്യൻ സൈന്യം കാശ്മീർ തുടച്ചു വൃത്തിയാക്കി ശുദ്ധികലശം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച